നമ്മൾക്ക് പരിഹാരം മാന്ത്രികത്തിലുണ്ട്. ഒരുപാട് ആഗമശാസ്ത്ര വിധികൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മറ്റ് സമുദായങ്ങളും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അതിൽ മാന്ത്രികം ഉപയോഗിച്ചിരുന്ന ഒത്തിരി ചില സമുദായങ്ങളുണ്ട്. ഈ ജ്യോത്സ്യന്മാരല്ലാതെ തന്നെയുള്ളവരുണ്ട്. അവർക്കൊക്കെ ആ പരിഹാരങ്ങളാണ്, അതാണ് കൂടുതൽ ഫലപ്രദം. അപ്പോൾ നമ്മളൊരു കാര്യം ജനകീയമായി ആരംഭിക്കുമ്പോൾ അത് 8 മടങ്ങ് അപ്പുറത്ത് എങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കണം. ഈ ചെസ് കളിയിലും അങ്ങനെയല്ലേ? സാറിപ്പോൾ സാറൊരു അസ്ട്രോളജറാണ്. എനിക്കിപ്പോൾ ഒരു വിഷയം വന്നു, ഞാൻ സാറിനെ സമീപിക്കുവാണ്. അപ്പോൾ സാറ് ഓരോരോ അമ്പലങ്ങളിലേക്ക് ഓരോ വഴിപാട് പറഞ്ഞു തരുവല്ലേ ചെയ്യുന്നേ. അപ്പോൾ ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ രീതിയിൽ പൂജാതി കർമ്മങ്ങൾ അങ്ങനെ ചെയ്ത് മാറ്റിത്തരാനുള്ളൊരു ഓപ്ഷൻ ഇല്ലേ? അതോ ഈ അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്തതുകൊണ്ട് മാത്രമേ ഈ ദോഷങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുള്ളൂ? അത് വലിയ കാര്യമാണ് ചോദിച്ചത്. അമ്പലങ്ങളിലേക്കുള്ള പരിഹാരം തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ജ്യോതിഷത്തിന് മുമ്പ് പാരമ്പര്യ ജ്യോത്സ്യന്മാർ മാന്ത്രികരാണ്. അപ്പോൾ മാന്ത്രികം ചെയ്ത് പിന്നെ പ്രശ്നമാർഗത്തിൽ തന്നെ ജ്യോതിഷവും വൈദ്യവും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പഠിച്ചവരാണ് പുരാതന വൈദ്യന്മാർ, ട്രഡീഷണൽ പാരമ്പര്യ വൈദ്യന്മാരും പാരമ്പര്യ ജ്യോത്സ്യന്മാരും ഒരു കൂട്ടർ തന്നെയാണ്. അപ്പോൾ അവർ കൂടുതലും അങ്ങനെയായിരുന്നു അതെല്ലാം ചെയ്തിരുന്നത്. അതപ്പോൾ ആ സമ്പ്രദായം വെച്ച് നോക്കുമ്പോൾ അല്ലാത്തവരും ചെയ്തിട്ടുണ്ട് കുറേ കാലം മുമ്പേ. എങ്കിലും നോക്കുമ്പോൾ ഒരുപാട് മണിപ്രവാള ഭാഷയിലും സംസ്കൃതത്തിലും ഒക്കെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ മുതൽക്കൂട്ട്. അത് വെച്ചായിരുന്നു പരിഹാരം. ഞാൻ സംസ്കൃതം പഠിക്കാൻ പോയത് ഒരു ജ്യോത്സ്യൻ്റെ അടുക്കലായിരുന്നു. അപ്പോൾ അച്ഛൻ അറിയാമെങ്കിലും അച്ഛൻ പറഞ്ഞ ആദ്യമേ അവിടെ പോയി തുടങ്ങുക. പിന്നീട് അച്ഛൻ എനിക്ക് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ട് ആ മേഖലയിൽ. അപ്പോൾ അദ്ദേഹം ഒന്നും അമ്പലത്തിലേ വിട്ടിട്ടില്ല ആരെയും. ഇത് മധ്യ തിരുവിതാംകൂറിൽ ഈ ക്ഷേത്രത്തിലേക്ക് പരിഹാരത്തിന് വേണ്ടി ആളുകളെ ഏറ്റവും കൂടുതൽ വിട്ടത് കരുവറ്റ ഗോവിന്ദൻ ജ്യോത്സ്യനാണ്. മറ്റുള്ള ദിക്കുകളിലും അതൊരു പകർച്ചയായി വന്നതായിരിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി മരിച്ചിട്ട് അദ്ദേഹമാണ് ക്ഷേത്രങ്ങളിലേക്ക് ഭാഗ്യസൂക്താർച്ചന, ശ്രീ സൂക്താർച്ചന, പുരുഷ സൂക്താർച്ചന എന്നൊക്കെ പറഞ്ഞു വിട്ടിരുന്നത്. അതിനു മുമ്പ് ജ്യോത്സ്യന്മാർ പറയും, കുറേ കൂടെ പ്രഡിക്ഷൻ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യം, ഇത് ചെയ്തോളൂ, നേടിയേക്കാം, ഇങ്ങനെയല്ല നേടും, നടക്കും, ഇത്ര കാലത്തിനുള്ളിൽ നടക്കും, ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നൊരു കാലമാണ്. ഇപ്പോഴൊക്കെ ഞാനുമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നോട് വിളിക്കുന്ന ക്ലയൻസിന് അതറിയാം. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് പരിഹാരം മാന്ത്രികത്തിലുണ്ട്. ഒരുപാട് ആഗമശാസ്ത്ര വിധികൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മറ്റ് സമുദായങ്ങളും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അതിൽ മാന്ത്രികം ഉപയോഗിച്ചിരുന്ന ഒത്തിരി ചില സമുദായങ്ങളുണ്ട്. ഈ ജ്യോത്സ്യന്മാരല്ലാതെ തന്നെയുള്ളവരുണ്ട്. അവർക്കൊക്കെ ആ പരിഹാരങ്ങളാണ്, അതാണ് കൂടുതൽ ഫലപ്രദം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ജനകീയമായി വന്ന് ക്ഷേത്രങ്ങളിലായി എല്ലാത്തിനും ഇപ്പോൾ ഒത്തിരിയും ജ്യോത്സ്യന്മാർക്ക് ആ ഒരു വശമേ അറിയില്ല. അവർ ജ്യോതിഷം നോക്കുന്നു, ഉള്ള ക്ഷേത്രങ്ങളിലേക്ക് കുറിച്ച് കൊടുക്കുന്നു, അവിടെ കരിക്കഭിഷേകം, ഇളനീരഭിഷേകം, പൂമാല ചാർത്തൽ, മുട്ടെറുക്കൽ, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്, എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര വ്യാപകമായി ഞാൻ ചെയ്യുന്നില്ല. അതിനല്ലാത്ത കുറച്ച് അവർ തന്നെ ചെയ്യാവുന്ന കുറേ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പണ്ട് പുരാതന ജ്യോത്സ്യന്മാർ സ്വയം ചെയ്ത് അവർക്ക് കൊടുത്തിരുന്ന കാര്യം ഇപ്പോൾ സ്വയം ചെയ്യാൻ സമയമില്ലാത്തതിനാൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ ഇത് ചെയ്യൂ, ഇതിങ്ങനെ ചെയ്താൽ മതി, ഈ മന്ത്രവും കൂടി ഒന്ന് ജപിച്ചോളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരുക്കി വെച്ചിട്ട് ഇത്ര മണിക്കൂറിന് ശേഷം എടുത്തത് വെള്ളത്തിൽ കൊണ്ടുപോയി കളയുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇതതിൻ്റെ ഒരു ശരിയായ വശം അതാണ്. അപ്പം പാരമ്പര്യ ജ്യോത്സ്യന്മാർക്ക് അവരുടേതായ പൂജകൾ ഒത്തിരി ഉണ്ട്. അതിന് ഈ മണിയടിയും ബഹളമൊന്നുമില്ല. മാന്ത്രികത്തിന് യഥാർത്ഥത്തിൽ മണിയടിയൊന്നുമില്ല. താന്ത്രികത്തിലാണ് ഇതെല്ലാം വരുന്നത്. ഈ നമ്മളിപ്പോൾ കാണുന്ന പൂജകൾക്ക്, ഈ ക്ഷേത്രാധിഷ്ഠിതമായ പൂജകളിൽ മാന്ത്രിക, ഇപ്പോൾ ഈ സിനിമക്കാരാണ് ആ ഒരു ശൈലി കൊണ്ടുവന്നത്. വലിയ ഇതൊക്കെ വരച്ച് ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ നമ്പർ കൊണ്ടുള്ള കാര്യങ്ങളുണ്ട് മാന്ത്രികത്തിൽ, അക്കങ്ങൾ കൊണ്ടുള്ളതുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ അത് പഠിച്ചിരിക്കണം. ഏതൊരു ജ്യോത്സ്യനും ക്ഷേത്രാധിഷ്ഠിതമായ ആചാരങ്ങളിലേക്ക് ഇങ്ങനെ വിടുന്നതിന് പകരം അത് വിടണ്ടെന്നല്ല, അതൊക്കെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോഴും ഈ പുരാതനമായ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗുണം. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് അഗസ്ത്യനാഡി ജ്യോതിഷത്തിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് തന്നെ പറഞ്ഞിരുന്നു. അഗസ്ത്യനാഡിയിൽ പരിഹാരം പറയുന്നത്, ഒത്തിരി പേരുടെ പരിഹാരം എന്താണ് പറഞ്ഞതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തു. എൻ്റെ അനുഭവം വന്നപ്പോൾ അത് കൂടുതൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം
മറ്റുള്ളവർക്കൊക്കെ അവിടെ പോയിട്ട് വന്നിട്ടുള്ള പലർക്കും കൊടുത്തിരിക്കുന്ന പരിഹാരങ്ങളെക്കുറിച്ച് നോക്കിയപ്പം കേരളത്തിലെ പാരമ്പര്യ ജ്യോത്സ്യന്മാർ മുൻപ് ചെയ്തിരുന്ന പരിഹാരങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ കാലഭൈരവൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കുമ്പളങ്ങ വിളക്ക് കൊളുത്തും. കുമ്പളങ്ങ വിളക്ക് കാലഭൈരവന് തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ട്. അത് അഗസ്ത്യനാടിയിൽ, ഞാൻ ഏറ്റവും ചെറിയൊരു കാര്യം പറഞ്ഞു, അഗസ്ത്യനാടിയിലും പറഞ്ഞിട്ടുണ്ട്. അത് പണ്ട് പാരമ്പര്യ ജ്യോത്സ്യന്മാർ ഇവിടെ ചെയ്യിപ്പിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ മാന്ത്രിക പുരയിൽ അവർക്കൊരു പൂജപ്പുരയുണ്ട്, ആ പുരയ്ക്കകത്ത് അത് ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാം, ഇങ്ങനെ അതിനകത്തുനിന്ന് മനസ്സിലായത്. പിന്നെ ഭൈരവ യന്ത്രം എന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു യന്ത്രമാണ് ഇവിടെ എഴുതുന്നത്. ഭൈരവൻ ഒരുപാട് രൂപങ്ങളുണ്ട്. അത് കേരളത്തിൽ നിന്ന് 8-9 ഭാവങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഇതായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആഗമശാസ്ത്രത്തിൻ്റെ വിധികൾ നോക്കുമ്പോഴും ഈ പുരാതന ഇവിടുത്തെ പാരമ്പര്യ ജ്യോത്സ്യന്മാർ ചെയ്തിരുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ മാന്ത്രികത്തിൽ അതൊന്നും അല്ല, കിടക്കുകയാണ്. പിന്നെ ഒരുപാട് ഭൈരവ ചക്രം എന്നൊക്കെ പറഞ്ഞ് അതിന് ഒത്തിരി വ്യത്യസ്തമായ ഭൈരവ യന്ത്രങ്ങൾ തന്നെയുണ്ട്. അതിപ്പോഴും നാഡീ ജ്യോതിഷത്തിൽ നിന്ന് വിധി പറയുമ്പോഴാണ് ഇങ്ങനെ ആ ഗ്രന്ഥത്തിലുണ്ടല്ലോ, നമ്മൾ പണ്ട് നോക്കിയിരുന്ന ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. ഇതിനിപ്പോൾ ഒരു ഭവിഷ്യത്ത് വന്നിട്ടുണ്ട് ജ്യോതിഷ മേഖലയ്ക്ക്. ക്ഷേത്രങ്ങളിലേക്ക് ജ്യോത്സ്യന്മാരെല്ലാം കുറിച്ചിങ്ങനെ വിടാൻ തുടങ്ങിയപ്പോൾ ക്ഷേത്ര പൂജാരിമാർ പറയും, പലരും ഇപ്പോൾ ജ്യോത്സ്യന്മാരാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരാണെന്ന് കൂടാതെ ജ്യോത്സ്യം നന്നായി പൂജാരിമാരുണ്ട്. എന്നാൽ ഒട്ടും തന്നെ പഠിക്കാതെ ജ്യോത്സ്യവേഷം ധരിക്കുന്നവരും ഇല്ലാതില്ല. അപ്പോൾ അവർ പറയുന്ന ഇപ്പോൾ ഒരു പുതിയ ട്രിക്ക് ഞാൻ അടുത്ത സമയത്ത് കേട്ടത്, നിങ്ങൾക്ക് ജ്യോത്സ്യന്മാരെ പോയി കാണാമെങ്കിൽ പിന്നെ ഞങ്ങളെ ഇവിടെ വന്ന് പൂജാരിയെ എന്നെ കണ്ടുകൂടെയോ എന്ന് ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ അല്ല എന്ന് വെച്ചാൽ അവരെന്തായാലും ഇവിടേക്കാണ് കുറിച്ച് കൊടുത്ത് വിടുന്നത്, എങ്കിൽ പിന്നെ ഇത് ഇവിടെ തന്നെ ഞാനങ്ങ് ചെയ്യുകയില്ലേ? മനസ്സിലായോ? അവരതാണ് കുറിച്ച് കൊടുത്ത് വിടുന്നത്, ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇവിടെ ഞാൻ തന്നെ ചെയ്താൽ പോരെ എന്ന് വെച്ചാൽ ട്രഡീഷണലി പഠിച്ച, അല്ലെങ്കിൽ അത് കൂടുതൽ അതിനു വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അതൊരു ക്ഷീണാവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ജനകീയമായി ആരംഭിക്കുമ്പോൾ അത് 8 മടങ്ങ് അപ്പുറത്ത് എങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കണം. ഈ ചെസ് കളിയിലും അങ്ങനെയല്ലേ, ഈ കരു അങ്ങോട്ട് നീക്കിയാൽ ആ കരു ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ അത് കാലാൾപ്പട മാറും, മന്ത്രി മാറും, രാജാവ് മാറും. ഇതെല്ലാം പണ്ട് വാഴത്തട വെട്ടി വെച്ചാണല്ലോ ചതുരംഗം. പിന്നെ തടിയൊക്കെ ചെയ്യും, എളുപ്പം ചെയ്യുന്നത് കൊണ്ട് വാഴത്തട മുറിച്ച് വെച്ചാൽ ചതുരംഗം കളിക്കുന്നത്, ചെസ്സ്. അപ്പോഴത് 8 പടി അപ്പുറം എങ്ങനെ നീങ്ങുമെന്നുള്ള ഒരു സെക്കൻഡ് കൊണ്ട് തലയിൽ പോയിട്ട് നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും വലിയ ലോക ചെസ് ചാമ്പ്യനൊക്കെ ആകുന്നത്. ഇതുപോലെ ജീവിതത്തിൽ എല്ലാത്തിലും 8 പടി അപ്പുറം നമ്മൾ ചിന്തിക്കണം. ഇതില്ലാതെ ഇങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ ജനകീയമായി കുറിച്ചു കൊടുത്ത് വിട്ട് വന്ന പ്രശ്നം എന്തായി? ഇപ്പം ഇങ്ങനെ പറച്ചിലായി. അപ്പം ആ ജ്യോതിഷം കൊണ്ട് തന്നെ ഇരിക്കുന്നവർക്ക് അവരെത്രമാത്രം സൂക്ഷ്മമായി പരിഹാരമല്ല പ്രെഡിക്റ്റ് ചെയ്താലും ഫലം പറഞ്ഞാലും അവർ കുറിച്ചു കൊടുത്തു വിടുന്ന പൂജകൾ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് മാത്രമാണെങ്കിൽ അവർക്ക് വലിയൊരു തീരാനഷ്ടം വരാൻ പോകുന്നത്. അവർക്ക് പിന്നെ ആളുകൾ ചിലപ്പോൾ ഇല്ലാതെ പോകും. അവരും പഠിക്കണം ഈ പരമ്പരാഗതമായ മാന്ത്രിക ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ ഒരു മഹാകാര്യങ്ങളാണ്, വളരെ വേഗമാണ്. എന്നെ സംസ്കൃതം പഠിപ്പിച്ച ആളൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രാധാകൃഷ്ണൻ ജ്യോത്സ്യർ മണിമംഗലം അമ്പലത്തിന് സമീപമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അടുക്കലാൻ ആദ്യമേ വളരെ വേഗം സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയതുമൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വരണം. ഇത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ജനകീയമായി ജനങ്ങൾ അറിയേണ്ടതാണ്, ജ്യോത്സ്യന്മാരും ചിന്തിക്കേണ്ടതാണ്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.